വ്യക്തികളോടും തരാനുള്ള, സഭയ്ക്ക് മീതെ പ്രഖ്യാപിക്കാനുള്ള ദൈവത്തിന്റെ ദൂത് വായിക്കുന്നു. 2 വചനങ്ങൾ. ആവർത്തനം 9:29, ആവർത്തനം 4:38. ആവർത്തനം 9:29. Deuteronomy chapter 9 verse 29 വായിക്കുന്നു. അവൻ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും അല്ലോ. നീട്ടിയ ഭുജം കൊണ്ടും മഹാബലം കൊണ്ടും നീ പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും അല്ലോ. ആവർത്തനം 4:38. ആവർത്തനം 4:38. ആവർത്തന പുസ്തകം 4:38. നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാനും ഇന്നുള്ള പോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിനും ഈ 2026 ഒരു ദൂത് പറയാണ്. നിന്നെ കൊണ്ടുപോകാനും നിന്നെ കൊണ്ടുപോയേക്കാനും നിന്റെ സാന്നിധ്യവും തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രൈമിൽ നിന്നും നിന്നെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2026 ഇവിടെ വന്നിരിക്കുന്ന സകലരെ നോക്കി ദൂതനോ പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയാൽ 2026 ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന വർഷമാണ്. ഇന്ന് പകൽ ദൈവനാമം ചിലരെ നോക്കി ദൂത് പറയുന്നു, 2026 ദൈവം നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ജീവിതത്തെ ഏതൊക്കെ അവസ്ഥയായിരുന്നോ അവിടുന്നല്ല, നിന്റെ ബലമല്ല, നിന്റെ ശക്തിയല്ല, ദൈവം തന്റെ ശക്തിയാലോ ദൈവം തന്റെ സാന്നിധ്യത്താലോ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. കരമടിച്ച് ഒന്ന് ആരാധിച്ച് God brings you out. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ മഹാസാന്നിധ്യം. ഈ വിശ്വസിക്കാൻ തയ്യാറായോ? 2026 ഓരോ വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഒരു പുതിയ തലത്തിലേക്ക് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. നീ എവിടൊക്കെ ബന്ധിക്കപ്പെട്ടോ, എവിടൊക്കെ അടയപ്പെട്ടോ, എവിടൊക്കെ പരിധി കണ്ടോ അവിടെ നിന്നെല്ലാം ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അത് രോഗത്തിന്, അത് കടഭാരത്തിന്, അത് അസമാധാനത്തിന്, അത് പോരാട്ടത്തിന്. ശ്രദ്ധിച്ചേ, ആ പിതാക്കന്മാരായ യാക്കോബ്, ജേക്കബ്, അവന്റെ കുടുംബം മിസ്രൈമിൽ പോകേണ്ടി വന്നു. ആഹാരം തേടിയാ പോയത്. ശ്രദ്ധിക്കണം, ക്ഷാമം വന്നപ്പോൾ, സ്വന്തം ദേശക്ഷാമം വന്നപ്പോൾ ആഹാരം തേടിപ്പോയി. ആക്സിഡന്റ് ആണെന്ന് ചിന്തിച്ചാലും ആക്സിഡന്റ് അല്ല, ചില ദൈവിക നിയോഗങ്ങൾ, ദൈവത്തിന്റെ പ്രൊവിഷൻ, നന്മ അവിടുന്ന് ലഭിച്ചു. 10-20 പരം ആൾക്കാർ, യാക്കോബിന്റെ കുടുംബം ഈജിപ്തിലേക്ക് പോയി. അവിടെ ഒരു ദൂതുണ്ട്. അവിടെ നിന്നപ്പോഴും, പ്രതിസന്ധി നിന്നപ്പോഴും, അന്യദേശത്തായിരുന്നപ്പോഴും ദൈവം അവരെ വർദ്ധിപ്പിച്ചു. 2020 ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ പുറപ്പെടുപ്പിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അനുകൂല സാഹചര്യം അല്ലേലും നിന്നെ ദൈവം വർദ്ധിപ്പിക്കും. 2026 നോക്കി പറയുന്നു, എല്ലാം അനുകൂല സാഹചര്യമാണെന്ന് ഞാനൊരു പാസ്റ്റർ നിന്നെ പറയില്ല. നിനക്ക് വിരോധമായും നിനക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ 2026 മേ ബി ഉണ്ടായേക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിലോ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം വർദ്ധിപ്പിക്കും.
അപ്പോസ്തല പ്രവൃത്തിയിൽ 10-70-75 പേരായി ഇസ്രായേലിൽ പോയെങ്കിലും ആ അടിമത്തത്തിലും ദൈവം തന്റെ ജനത്തെ പെരുക്കി വർദ്ധിപ്പിച്ചു. പക്ഷേ കണക്ക് പറയുമ്പോൾ 430 വർഷം ദൈവത്തിന്റെ ജനം അടിമത്തത്തിലായിരുന്നു. അവർക്ക് ജോസഫിനെ അറിയാവുന്ന രാജാവുള്ളപ്പോൾ ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു, പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ. പക്ഷെ അവസാനത്തെ ഒരു 30-ൽ-പരം വർഷം ഭയങ്കര പീഡനമായിരുന്നു അവർക്ക്. ജോസഫിനെ അറിയാത്തൊരു രാജാവ് ഭരണാധികാരിയായി വന്നു. ജോസഫ് ഉള്ളപ്പോൾ ആ കുടുംബത്തിനൊരു വലിയ ഫേവർ ഉണ്ടായിരുന്നു. വല്ലാത്ത ബോണ്ടേജായി, ഞെരുക്കുന്ന അവസ്ഥ വെളിപ്പെട്ടു. അവര് ജോലി ചെയ്തു, ആഗ്രഹിച്ചതൊന്നും ചെയ്യാൻ പറ്റാതെ ഞെരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷെ അവര് പോകുന്നതിന് മുമ്പേ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാമിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതി സ്വന്തമല്ലാത്ത സ്ഥലത്ത് പോകേണ്ടി വരും, പക്ഷേ അത്ഭുതത്തോടെ അവർ പുറത്തു വരും. വാഗ്ദത്തം ഉള്ള സന്തതിയാണ് 430 വർഷം അടിമത്തത്തിലായ ദൈവജനം. പക്ഷേ ലാസ്റ്റ് 30 വർഷം അതിസഖ്യമായ ഒരു അവസ്ഥ. ഈ 2026 ചിലരുടെ ദൂത് പറയാം, ഇതേപോലെ ഈജിപ്തിന്റെ അനുഭവം, മിസ്രൈമിന്റെ അനുഭവം നിങ്ങളിൽ പലർ വ്യത്യസ്ത രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ദൂതുണ്ട്, പക്ഷെ പുറത്തു വരാൻ പറ്റില്ല. അറിയാം അത്ഭുതമുണ്ട്, പക്ഷെ വരാൻ പറ്റില്ല. അറിയാം ഇതല്ല പദ്ധതി, അപ്പുറത്തൊരു പദ്ധതി ഉണ്ട്, പക്ഷെ പുറത്തു വരാൻ പറ്റുന്നില്ല. അവരോടെല്ലാമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നത്. സ്റ്റക്കായി, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ ഉണ്ട്. ചില സ്റ്റക്കായി ഇരിക്കുന്ന അവസ്ഥ, പെയിൻ, വേദനയോടിരിക്കുന്ന അവസ്ഥ, ഡിലേ ആയിട്ട് കുറെ നാളുകളായി ഒന്നും ചലിക്കാത്ത അവസ്ഥ. എന്നാൽ ഭൗതികമായ നന്മകളൊക്കെ ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ എന്താ ജീവിക്കുന്നതിന്റെ ഒരു യഥാർത്ഥ ഉദ്ദേശം, ആ സന്തോഷം, ആ സമാധാനം അതങ്ങോട്ട് വെളിപ്പെടുന്നില്ല. ഇതൊന്നും വല്ലാത്തൊരു വലയത്തിന്റെ അകത്തായിരിക്കുന്ന അവസ്ഥ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലരും കടന്നു പോകുന്നുണ്ട്. അവരോടെല്ലാമാണ് ഈ 2026 ഒരു ദൂത് പറയാൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറയല്ല, കഴിഞ്ഞ 2-3 മാസമായി പ്രാർത്ഥിച്ച് കർത്താവെ 2026 എന്ത് ഈ ജനത്തോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ പല സമയത്തായി ദൈവം തന്ന ദൂതാണ് ഞാൻ ഈ മണിക്കൂറുകളിൽ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഇത് നിന്ന് കത്തുന്ന പോലെ ചില വിടുതലുകൾ ഇതിനകത്ത് ചെയ്യാൻ പോവുകയാണ്. ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇവരങ്ങ് ഞെരുക്ക അനുഭവിച്ചപ്പോ എന്തോ ചെയ്യുന്നറിയോ, അങ്ങ് നിലവിളിച്ച അപ്പനോട്, അപ്പോ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറായോ? നീ പുറത്തു വരാൻ സമയമായാൻ പോവാ. ഉറപ്പാ, ചിലത് പുറത്തു വരാൻ പോയാ. ഹല്ലേലൂയ. അവര് നിലവിളിച്ചു. ബൈബിൾ പറയുന്നു, പിതാക്കന്മാരുടെ വാഗ്ദത്തം ഓർത്ത് നിലവിളിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് പറഞ്ഞ വാക്കാണ്, മോശയോടാ പറഞ്ഞത് ഉൽപ്പടപ്പിൽ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്റെ ജനത്തെ കഷ്ടതയും വേദനയും ഞാൻ കണ്ടു. ഞാൻ ഇറങ്ങി വന്ന എന്തിനാണെന്നറിയാമോ മോശേ? ഇനി അവർ ഇവിടെ കിടക്കത്തില്ല. 430 വർഷമായി ഇതും കിടക്കത്തില്ല. ഇവരോടൊരു ദൂതുണ്ട്. പാലും തേനും ഒരുങ്ങുന്ന വലുതും വിശാലമായ നാട്ടിലേക്ക് ഞാൻ എന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചല്ലോ, ആവർത്തനം 4 മോശ ഓർപ്പിക്കുക, ദൈവജനമേ വായിച്ചോ, നിന്റെ മഹാബലവും കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും അല്ലോ. ശ്രദ്ധിച്ചേ, എങ്ങനെ പുറത്തു കൊണ്ടുവന്ന് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കത്തില്ല. അത് ആവർത്തനം 4 പറയുന്നുണ്ട്. 4:38 പറയുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും കൊണ്ട് എന്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. നോർമലി നിന്റെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ ബലം കൊണ്ട് ചില വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ചിലരോട് ദൂത് പറയാം, നമ്മൾ ആകെയോ പറ്റത്തില്ല, സ്വാഭാവികമായിട്ട് പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തിയാൽ നിനക്ക് പുറത്തു വരാൻ പറ്റും. എന്താ ഇന്ന് പ്രസംഗിക്കുന്നതെന്നറിയാമോ? ഈ 2026 ദൈവം തന്റെ ശക്തിയാൽ നിന്നെ പുറത്തു കൊണ്ടുവരും. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ ദൈവശക്തി ഇറങ്ങാൻ പോകുക. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ സ്പർശിക്കാൻ പോകുക. നീ എത്ര അടയപ്പെട്ട് കിടന്നാലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം പുറത്തു കൊണ്ടുവരും. അത്
പുറത്തു കൊണ്ടുവരും. അത് നിരാശ കിടന്നാലും പുറത്തു കൊണ്ടുവരും. ആരെങ്കിലും പരാജയം, ഇവിടെ നിന്ന് പരിശുദ്ധം പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് മാസങ്ങളാ വർഷങ്ങളായി ചില വിഷയത്തിൽ എന്ത് തൊട്ടാലും പരാജയം അനുഭവിക്കുന്നവരുടെ കെട്ടിന്ന് ഈ ആരാധനയ്ക്ക് താഴിക്കുക. പ്രാർത്ഥിച്ചോ? ഞാൻ മീറ്റിങ്ങിന് കഴിഞ്ഞതിന് ശേഷം വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇത് ഏറ്റെടുത്തോ. നിന്നെ പരാജയപ്പെടുത്തിയ ചില ശത്രുവിന്റെ കെട്ടിൽ നിന്നോ നീ പുറത്തു വരാൻ സമയമായി. നീ ആയിരിക്കുന്ന കുഴിയിൽ നിന്നും പരാജയത്തിൽ നിന്നും. ചിലരോട് പറയുന്നു തീച്ചൂളയുടെ അനുഭവം ഉണ്ടല്ലോ. ഇത് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതാ. വചനത്തിൽ അങ്ങനെ തന്നെ വാക്കുണ്ട്. ആവർത്തനം ഞാൻ വായിക്കാം. ആവർത്തനം 4:20 പറയുന്നു, നിങ്ങൾ ഇന്നുള്ളത് പോലെ തനിക്ക് അവകാശം ജനമായിരിക്കേണ്ടതിന് യഹോവ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങളെ മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഫയറി ഫർണസ്. അവർ ജോലി എവിടെയാണെന്നറിയാം? തീച്ചൂള, കട്ടച്ചൂല, തീച്ചൂള, ഫയറി ഫർണസിന്റെ അകത്ത് കിടക്കുക. ജോലി ചെയ്താലൊക്കെ തീയുടെ അനുഭവം. നമുക്ക് 2 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാനും മേലെ 10 പ്രാവശ്യം, ഞാൻ ഉൾപ്പെടെ ഈ മേല് തൊട്ട് താഴെ വരെ ഈ 3 നില ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ എല്ലാവരും കുറയും. ഞാൻ ഉൾപ്പെടെ, കൊച്ചു പിള്ളേരുൾപ്പെടെ കുറയും. ആദ്യമൊക്കെ അവർക്ക് ഇച്ചിരി ആവേശമാണ്, പിന്നെ അവരും കുറയും. പക്ഷെ അവരുടെ ജോലി തീച്ചൂള, ഫയറി ഫർണസിന്റെ അകത്ത് ജോലി ചെയ്യുക. ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുമാതിരി എന്നെ അങ്ങ് ദഹിപ്പിച്ച് കളയുമോ എന്നുള്ള തീച്ചൂളയുടെ അനുഭവം നമുക്ക് കടന്നു പോയിട്ടില്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരോട് ദൂത് പറയുന്നേ, അവിടെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ആ തീച്ചൂളെ കൊണ്ടുവന്ന് നമ്മളോട് ദൂത. തീച്ചൂളയുടെ അനുഭവം ചിലർ അനുഭവിക്കുന്നുണ്ട്. ഈ 2026 നീ വിശ്വസിക്കാൻ തയ്യാറായാൽ എന്റെ ദൈവം ആ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ശത്രുവിന്റെ പോരാട്ടം, അത് വല്ലാത്തൊരാ. അടുത്തത് ഇന്ന് പകൽ രാത്രി വിശ്വസിക്കണം. ആഗ്രഹിച്ചിട്ട് പുറത്തു വരാത്ത അതാ ദേശത്തെ ഭൂതകസ്ഥ പിശാച് ബാധിച്ചു. അവന് തെക്കപ്പോലി നാട്ടിൽ നിന്നൊരു ഭയങ്കര പദ്ധതി ഉള്ളതാ. വലിയ സുവിശേഷകനാകേണ്ടതാ. വലിയ ദൈവ പദ്ധതി ഉള്ളതാ. ഇന്ന് ഇതിനകത്തോട് പറയാം, ഈ 2024 പ്രവേശിക്കുന്ന ഈ മണിക്കൂറിൽ ദൈവത്തിന് ശക്തമായി പ്രയോജനപ്പെടേണ്ടവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. പക്ഷെ നീ പുറത്തു വന്നാൽ ഒരു വലിയ വിടുതലാണെന്ന് അറിഞ്ഞ് നീ പ്രാർത്ഥിച്ചാൽ, നീ നിന്റെ കുടുംബത്തിൽ കരമുയർത്തിയാൽ, നീ നിന്റെ ദേശത്ത് കരമുയർത്തിയാൽ, അത് വിടുതലാണെന്നറിഞ്ഞ് നിന്നെ വല്ലാത്ത കുരുക്കിലിട്ട ചില മണ്ഡലത്തെ പൊട്ടിച്ച് നീ പുറത്തു വരുന്ന, ദൈവശക്തിയാൽ പുറത്തു വരുന്ന ഒരു ഇയറാണ്. യെസ്, ഭൂതം ബാധിച്ചിരിക്കുക. കർത്താവ് അവന്റെ കെട്ടഴിച്ച് അവനെ തൊട്ട്, ദൈവശക്തി അവനെ തൊട്ട്. അവനിലൊരു ശക്തി ഉണ്ടായിരുന്നു. അവന്റെ ശക്തി അവനെ ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ്. വല്ലാത്ത സ്ഥലത്ത് അവന്റെ അവസ്ഥ കിടന്നത്. കല്ലറെ പാർക്കുന്നു, ഓടുന്നു, കാട്ടിലോട്ട് വരുന്നു, നാട്ടിലേക്ക് വരുന്നു. ഇങ്ങനത്തെ അവസ്ഥ. കല്ലുകൊണ്ട് ചതയ്ക്കുന്നു സ്വന്തം ശരീരത്തെ. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അവക്കൊരു മുട്ടുസൂചിയുടെ വേദന വന്നാൽ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അവന്റെ കെട്ടഴിഞ്ഞപ്പോ സുബോധം കൊണ്ട് തെക്കപ്പോലി നാട്ടിൽ നിന്നു. ഇവിടെ ഇരിക്കുന്ന ചിലർ നിവർന്ന് നിൽക്കേണ്ട സമയമായി. പക്ഷെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. യെസ്, 2026 ദൈവ പദ്ധതിക്കായി ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരും. അടുത്തത് ഇനി പിടിച്ചോ. ഇനി ചുരുക്കി ഓരോന്ന് പറയാം, ഓരോ മിനിറ്റ്. വെറുതെ നിങ്ങൾ പുറത്തു വരത്തില്ല. ഏത് വെറുതെ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതത്താൽ നിങ്ങൾ പുറത്തു വരും. പുറത്തു വരുന്നത് വൃതാവായി, വെറും കയ്യാ വരത്തില്ലെന്ന്. 2026 ചിലരോട് പറയാ, ഇത്രേ വർഷം നീ അനുഭവിച്ചില്ലേ, ഇത്രേ നാള് ബുദ്ധിമുട്ട് അനുഭവിച്ചില്ലേ, ദൈവം പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോ, ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോ, അവന്റെ സാന്നിധ്യം പുറത്തു കൊണ്ടുവരുമ്പോ വെറുതെ വരത്തില്ല. മുതലും പലിശയും സഹിതം വിടുതലോടെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. യെസ്, ഞാൻ വിശ്വസിക്കുന്നു നീ അനുഭവിച്ച നിന്ദയ്ക്കും, നീ അനുഭവിച്ച വേദനയ്ക്കും, നീ അനുഭവിച്ച ഒറ്റപ്പെടലിനും, നീ അനുഭവിച്ച പരാജയത്തിനും പലിശ സഹിതം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഈ രാത്രി ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രവചിക്കുന്നു.
I declare and decree in the name of Jesus. Oh, Shabba. ഈ സഭയ്ക്ക് മീതെ, ഈ കുടുംബങ്ങൾക്ക് മീതെ, ഈ വ്യക്തികൾക്ക് മീതെ ഏറ്റെടുത്തോ. എനിക്ക് ചില കുടുംബത്തോടൊക്കെ ദൂത് പറയാൻ തോന്നുന്നു. പ്രാർത്ഥിച്ചോ. മുതലും പലിശയും സഹിതം തിരിച്ചു പിടിക്കാൻ സമയമായെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. മകളെ നീ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി നിന്റെ മേൽ ചേർന്ന് വീഴുക. ദൈവാത്മാവ് തോന്നട്ടെ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വന്ന് വീഴുന്നു. മുതലും പലിശയും സഹിതം നീ അനുഭവിച്ച നിന്നയ്ക്ക് ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ ആശീർവാദത്തിന് ശേഷം പ്രാർത്ഥിക്കാം. ഇറങ്ങി ഒന്ന് ഓരോരുത്തരോട് പ്രാർത്ഥിക്കാൻ നിന്ന ടൈം കൈവിട്ടു പോകും. ഹല്ലേലൂയ. ഇവര് നിങ്ങൾക്ക് ശ്രദ്ധിച്ചേ, അടിമത്തത്തിൽ പോകുന്നതിന് മുമ്പേ അബ്രാമിനോട് ഉൽപ്പത്തി 15 കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് വായിച്ചപ്പോ എന്റെ ഉള്ളം കത്തി. ദൈവം ഇറങ്ങി വന്നിട്ട് പറയാ, സന്തതി അടിമത്തത്തിൽ പോവും തലമുറ, പക്ഷേ ബഹുസമ്പത്തോടെ പുറത്തു വരും. ഉൽപ്പത്തി 15 ദൂത് കിടപ്പുണ്ട്. ബഹുസമ്പത്തോടെ 430 വർഷമായാലും പോകത്തില്ല. ദൂത എത്ര വർഷം താമസിച്ചാലും ദൈവത്തിന്റെ വാഗ്ദത്തമാ. ആരോടാ പറയുന്നു? 2025 കഴിഞ്ഞു പോയാലും വാഗ്ദത്തമാ. ജീസസ്. ഞാൻ വിശ്വസിക്കുന്നത് വെറും വാക്കല്ല. പത്രോസ് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന പോലെ ആത്മശക്തി ചിലരെ തൊട്ടോണ്ടിരിക്കുക. ചിലതിന്റെ ഉള്ളത്തിന്റെ അകത്ത് പ്രസൻസ് ഫീൽ ചെയ്യാൻ പോയ, ചില ശരീരങ്ങളിൽ തിരിച്ചറിയത്തക്കവണ്ണം ആത്മസാന്നിധ്യം ഈ അന്തരീക്ഷത്തിൽ ദൈവാത്മാവ് ചലിക്കുകയാണ്. പ്രിയരേ, ഇവരെ ഇറങ്ങുന്ന സമയമായപ്പോ ദൈവത്തിന്റെ നിയോഗത്ത ഇവര് എന്ന ആൾക്കാരോട് ചോദിച്ചു, ഞങ്ങൾ പോവാ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരണേ. ഈ മിസ്രൈമിലെ ജനം ഞങ്ങളോട് ഇത്രയും നാളും അടിമവേലയിലൊക്കെ ചെയ്തല്ലേ. ബൈബിൾ പറയുന്നു ഇവര് പോകാൻ നേരത്തെ ദൈവം പുറപ്പെടുന്ന സമയമായപ്പോ അയലോക്കക്കാരോട് സീറുകളൊക്കെ ചോദിച്ചു. ഇവര് ഇത്രയും 400 വർഷം നമ്മളോടെ കടന്നവരല്ലേ, ഇവരെല്ലാം അങ്ങ് കൊടുത്തു. അവരുടെ വീട്ടിൽ ഇരുന്ന സ്വത്തും സമ്പത്തും ദൈവം അങ്ങ് മനസ്സലിവ് തോന്നിപ്പിച്ചു. ബൈബിൾ അങ്ങനെ പറയാം. പുറപ്പാട് 3:22 കിടപ്പുണ്ട്. എല്ലാം ചോദിച്ചു. ലാസ്റ്റ് ഇറങ്ങി തിരിച്ചപ്പോ കൊള്ളയടിച്ചിറങ്ങി തിരിക്കുന്ന പോലെ മിസ്രൈമിനെ കൊള്ളയടച്ച് ഇറങ്ങി വന്ന. ഇന്ന് പകൽ ചിലരോട് ദൂത് പറയാ, ദൈവം നിന്നെ നിറച്ച് പുറത്തു കൊണ്ടുവരും. അടുത്തത്, ഒരിക്കൽ അബ്രാം ഇടയ്ക്ക് അങ്ങ് നിരാശപ്പെട്ടു. നീ അടുത്ത ചിലർ പറയാ, നിരാശപ്പെട്ട വിഷയത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ. അബ്രാം നിരാശപ്പെട്ട് ഉൽപ്പത്തി 15 തുടക്കം മുതൽ കിടപ്പുണ്ട്. അബ്രാം പറയാ, കർത്താവേ, നീ എനിക്ക് തലമുറയൊന്നും തന്നില്ലല്ലോ, ഈ സ്വത്തിനൊക്കെ ആരവകാശിയാവും? അതൊന്ന് എടുക്കണേ. ഉൽപ്പത്തി 15 ഒന്നുകൂട്ടൊന്ന് പെട്ടെന്ന് വായിച്ച് സഹായിക്കോ? അതിന്റെ ശേഷം വേഗത്തിൽ ഉൽപ്പത്തി 15 ഒന്നുകൂട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. അതിന്റെ ശേഷം അബ്രാമിനെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശുകാരനായ ഈ എലയാസർ അത്രയെന്ന് പറഞ്ഞു. അബ്രാമിന് ഇച്ചിരി ഭയമൊക്കെ കയറി. ദൈവം വിളിച്ചിട്ട് ഇറങ്ങിയതാ. 12-ാം അധ്യായത്തിൽ ഇടയ്ക്കൊരു വേദന. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊക്കെ വന്നിട്ടുണ്ട്. ചില വിഷയത്തിന് വിടുതൽ കിട്ടിയില്ല, മനസ്സങ്ങ് മടുത്തു. ദൈവമേ, കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ വേണ്ടൊരു വിടുതൽ കിട്ടിയില്ലല്ലോ. ഇത്ര ഇങ്ങനെ പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഇനി തരട്ടെന്ന് വെച്ച് വേഗം, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ
എന്റെ അവകാശിയാകുന്നുവെന്ന് അബ്രാം പറഞ്ഞു. ആ. അവൻ നിന്റെ അവകാശിയാകയില്ല, ആ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ ആ. നിന്റെ അവകാശിയാകുമെന്ന് അവനും നിന്റെ യഹോവയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ നിന്റെ അവകാശിയാകും. അവകാശിയാകുമെന്ന് യഹോവയുടെ അരുളപ്പാടുണ്ട്. ഇനി ശ്രദ്ധിച്ച ദൈവം പുറത്തു കൊണ്ടുവരുമ്പോ അടുത്ത വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചു. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു ചെന്നു. അപ്പൊ ഈ സ്വപ്നത്തെ ദൈവാത്മാവ് കാണിക്കുക. ശ്രദ്ധിച്ചേ, അവനെ ഇങ്ങ് വാടാ അബ്രാമേ, ഇങ്ങ് വാടാ അബ്രാ. ഈ മോനെ ഞാൻ പിടിച്ചോണ്ട് നിൽക്കുന്ന പോലെ, മോനെ പെട്ടെന്നോ, ഉറക്കൊക്കെ മാറിക്കട്ടെ, പെട്ടെന്ന് വാ. ഓക്കെ, ഹല്ലേലൂയ. അവൻ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഇരുന്നപ്പോഴാ ബുദ്ധിമുട്ട് വരുന്നത്. ഇതേപോലെ അബ്രാം അയ്യോ എപ്പ തീരോ അങ്ങനെ ചിന്തിക്കുമല്ല. ഹല്ലേലൂയ. അബ്രാം എന്റെ കാര്യമല്ല ഇങ്ങനെ ആയാലോ കർത്താവേ എന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. കർത്താവ് സ്വപ്നത്തിൽ ഇങ്ങ് വാടാ, എന്നിട്ട് നീ ആകാശത്തേക്ക് നോക്കുക. നീ ഈ വീടും നിന്റെ കൂടാരവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന അയ്യോ 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 ഇങ്ങോട്ട് പറഞ്ഞിട്ട് അബ്രാമേ, നീ വീട് കൂടാരത്തിൽ വെച്ചാൽ അന്ന് ടെന്റിന്ന് വെള്ളി ഇറക്കി പറയാ, നീ മേലോട്ട് നോക്ക്, നീ മേലോട്ട് നോക്ക്. എന്നിട്ട് എന്താ, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. വിളിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് പറയാ, ഈ കുനിഞ്ഞിനി നിക്കല്ലേ, നീ തല മേലോട്ട് നോക്ക്, മേലോട്ട് നോക്കിക്കോ. നക്ഷത്രങ്ങളുടെ എണ്ണം കാണുന്ന പോലെ നിന്റെ സന്തതികൾ പരമ്പരകളെ ഞാൻ വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലതിനോട് ദൈവാത്മാവ് ദൂത് പറയാ, ചില വിഷയത്തിൽ കുനിഞ്ഞിരുന്ന നിന്നെ ദൈവം കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുക. യെസ്, നീ ചിലത് കാണാൻ പോകുക. പുറത്തു കൊണ്ടുവരുന്ന നീ ചില നന്മകളെ കാണിക്കത്തക്കവണ്ണം എന്റെ ദൈവം കരമടിച്ച് ദൈവാത്മാവിൽ സ്തുതിച്ചേ. ഇന്ന് രാത്രി ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു, 2026 ദൈവം ചിലതിനെ കൈക്ക് പിടിച്ച് ദൈവം പുറത്തു കൊണ്ടുവരിക. നീ നിരാശപ്പെട്ടതല്ല ഇനി കാണുന്നത്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലുതും വിശാലമായത് ദൈവം നിന്നെ കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് റെഡി ആവണം. ഈ ചുറ്റുപാടിൽ നിന്നാൽ നമ്മൾ ഇതെല്ലാം കണ്ടങ്ങ് വിഷമിക്കും. അബ്രാം അതാ ദൈവം കാണിച്ചത്. ആ കൂടാരത്തിൽ കുനിഞ്ഞിരിക്കുമ്പോ എല്ലാം ഇരുട്ട് പിടിച്ച അനുഭവം പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുമ്പോ നീ മേലോട്ട് നോക്കടാന്ന് പറഞ്ഞു. നക്ഷത്രം എണ്ണാങ്കി എണ്ണിക്കോ. ഹല്ലേലൂയ. അതിന്റെ വിടുതലാണ്. ഹല്ലേലൂയ. ഇന്നൊരു രാജ്യമായി അവിടെ നിലനിൽക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. എണ്ണാങ്കി എണ്ണിക്കോ. ദൈവം പിടിച്ച് പുറത്തു കൊണ്ടുവന്നതാ. ഇന്ന് രാത്രി ചിലതിനോട് പറയുന്നു, 2026 നീ ആയിരിക്കുന്ന അവസ്ഥയെന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഓ ശബല ഹതര റിബല ദിയാതര. ഇനിയുള്ള 5 മിനിറ്റ് ശ്രദ്ധിച്ച് നമ്മൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോവുക. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം പുറത്തു കൊണ്ടുവരും. ഉറക്കെ പറ, ദൈവം പുറത്തു കൊണ്ടുവരും. ഞാനൊരു ദൂത് പറയും, എത്ര മൂടി വെച്ചാലും സമയമാകുമ്പോൾ നീ പുറത്തു വരും. അടുത്തേക്ക് തൊട്ട് പറ, സമയമാകുമ്പോൾ പുറത്തു വരുമെന്ന് പറ. കർത്താവിന്റെ ദാസനെ 2026 പുറത്തു വരാൻ പോവാ, പുറത്തു വരാൻ പോവുക, 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 പുറത്തു വരാൻ പോവുക. എല്ലാവരും പ്രാർത്ഥിച്ചോ. എന്തൊക്കെയോ ദൈവാത്മാവിൽ പുറത്തു വരാൻ പോവുക. ഇതുവരെ കണ്ട നീ വീട്ടിന്റെ അകത്തെ ചിലത് കണ്ട് 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 മടുത്ത് അല്ലേ? പക്ഷെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തികൾ. ഓ യെസ് യെസ് യെസ്. ഒന്ന് കരമടിച്ചേ, കരമടിച്ചേ. Receive the promise of God. ശക്തമേറിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നു. പുറത്തു കൊണ്ടുവരും. മോശ ജനിച്ചപ്പോ മോശ കുഞ്ഞിനെ എത്ര നാൾ ഒളിപ്പിച്ചു എന്ന് പറയാമോ? സൺഡേ സ്കൂളിൽ എത്ര നാൾ ഒളിപ്പിച്ചു? എത്ര മാസം ഒളിപ്പിച്ചു? 3 മാസം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു തൊട്ടടുത്ത വാക്യമുണ്ട്, പുറപ്പാട് 2:3. അവനെ പിന്നെ ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒളിപ്പിച്ചു വെക്കാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. പിന്നെ വെക്കാൻ പറ്റത്തില്ല. നീ പൊട്ടി പുറത്തു വരും. കാരണം ഇവൻ കൊട്ടാരത്തിന്റെ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതാണ്.
അവിടുത്തെ ചില വിദ്യകൾ പഠിക്കേണ്ടതാണ്. ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ട്. എത്ര നീ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലോ നീ പുറത്തു വരുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ഈ മുട്ടയുണ്ടല്ലോ, പശുകളുടെയും കോഴിയുടെയും പ്രാവിന്റെയും ഒക്കെ ഈ മുട്ട പൊട്ടി പുറത്തു വരുന്ന പോലെ നീ പൊട്ടി പുറത്തു വരും. അതിനെന്താ? ഹാച്ചറിക്കകത്ത് എന്താ ഇരിക്കുന്നത്? ആ ചൂടിന്റെ അകത്ത് എന്താ ഇരിക്കുന്നത്? ആ ബൾബിന്റെ അകത്ത് എന്താ ഇരിക്കുന്നത്? അങ്ങനെ ചൂട് തട്ടി ഒരു സമയത്ത് പുറത്തു വരും എന്ന് പറയുന്ന പോലെ ദൈവം തന്റെ ശക്തിയാലും ഹല്ലേലൂയ തന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നെ നിഴലിട്ട് ഈ 2026 പറയുന്നു, നീ പൊട്ടി പുറത്തു വരാ. സാധാ രീതി പുറത്തു വരാൻ പറ്റത്തില്ല. ചില തോടുകളെ പൊട്ടിച്ച് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ശത്രുവിട്ട തോടുകളെ, പരിമിതികളെ പൊട്ടിച്ച് പുറത്തു വരൂ. ഇത് വാഗ്ദത്തത്തിന്റെ സമയം. പ്രിയരെ, ദൈവ ബൈബിൾ പഠിക്കുമ്പോൾ 2 സമയമുണ്ട്. ഒന്ന്, നമ്മളിപ്പോ പറഞ്ഞത് ഇന്നിപ്പോ കലണ്ടർ മാറി, ഈ കലണ്ടർ ഇയർ ഉണ്ട്. ക്രോണോസ് പറയും, ക്രോണോളജി പോലെ ഡിസംബർ, ജനുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് നോർമൽ കലണ്ടർ ടൈം ഉണ്ട്. ഈ ടൈമിന്റെ ഇടയ്ക്ക് ദൈവത്തിന്റെ ടൈമുണ്ട്. അതിനെ കൈറോസ് പറയും. നോർമൽ ടൈമിന്റെ ഇടയ്ക്ക് ദൈവം ഇറങ്ങി വന്ന് ചെയ്യുന്ന ചില സമയമുണ്ട്. ആ സമയമാണ് കൈറോസ് സമയം. ഇന്ന് 2026 ഞാൻ ചിലരോട് കുറിച്ച് പറയുന്നു, നീ പുറത്തു വരുന്ന കൈറോസ് ടൈമാണ്. കാലസമ്പൂർണ്ണത വന്നപ്പോൾ യേശുക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞ ഒരു ടൈം ദൈവം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ജനുവരി മാറിയായിരിക്കാം, ഫെബ്രുവരി മാറിയിരിക്കാം, പക്ഷെ നീ പുറത്തു വരാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു 2026 തീരും മുമ്പേ ചില വിഷയത്തിൽ നീ പുറത്തു വരൂ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. പാസ്റ്ററെ, ഇത്രയൊക്കെ പറഞ്ഞു, ഒരു ആവേശമൊക്കെ കിട്ടി, ഞാൻ പുറത്തു വരുന്ന എന്താ ഉറപ്പ്? ഇനി ഗൗരവമായി ശ്രദ്ധിച്ച് ഈ അവസാന മിനിറ്റിൽ എല്ലാവരോടും പറയുന്നേ, നിങ്ങൾ പുറത്തു വരുന്ന എന്തോ വിശ്വാസം. ദൂത് കേട്ട് കൊള്ളാം, ഞാൻ എങ്ങനെ വരും പാസ്റ്ററെ പുറത്ത്? ഈ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ പച്ചയായ സാഹചര്യം ഇല്ല, ഞാൻ നേരിടുന്ന ദൈവവാസനെ. നിങ്ങൾ പുറത്തു വരുന്നവര് ഞാനൊരു ഗ്യാരണ്ടി പറയാൻ പോവാം. അത് എത്ര ഗ്യാരണ്ടി? ഒരു യേശുവിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. ഒന്ന് കര ഉയർത്തി കുഞ്ഞുങ്ങളെ, ഇത്ര നിങ്ങൾ വിശ്വാസം കൈവക്കിയല്ലോ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുറത്തു വരും. വൈ? എന്താ കാരണം? എന്താ? യേശു മരിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാം? യേശുവിന്റെ ശരീരം ക്രൂശിൽ നിറക്കി അരിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറെ കൊണ്ടുവച്ചു. വെച്ച് കഴിഞ്ഞപ്പോ രാജാവിന്റെ അധികാരികളോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, വെറുതെ വെച്ചിട്ട് കാര്യമില്ല, ഈ ചതിയം പണ്ട് പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉയർക്കും. ഇവൻ ഉയർക്കാൻ പാടില്ല, ഉയർന്ന ജനം മൊത്തം നമ്മുടെ നേരെ തിരിയും. അതുകൊണ്ട് പോയി വലിയ കല്ല് ഉരുട്ടി വെച്ച് അന്നത്തെ സീലും അടിച്ചു വെച്ച് കാവൽക്കൂട്ടം കാവല് ചെയ്തു. ഒരു വിധത്തിലും യേശു കർത്താവ് പുറത്തു വരരുത്, ഇനി ആരും മോഷ്ടിച്ചോണ്ടും പോകരുത്, ബോഡി എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ ബൈബിളിൽ ഒരു സംഭവമുണ്ട്. പുനരുദ്ധാനത്തിന്റെ നാളിൽ, 3-ാം നാളിൽ ദൈവത്തിന്റെ ശക്തി കല്ലറയ്ക്കകത്ത് ചെന്ന് ദൈവത്തിന്റെ ദൂതനിറങ്ങി ആ വലിയ കല്ല് ഉരുട്ടി മാറ്റി മുദ്ര പൊട്ടിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇത്രയൊക്കെ അടച്ചുറപ്പാക്കിയിട്ട് യേശു കർത്താവ് കല്ലറയെന്ന് പുറത്തു വന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുറത്തു വരൂ, നിങ്ങൾ പുറത്തു വരൂ. യെസ് യെസ്, ഒന്ന് കരമടിച്ച് കർത്താവിന്റെ മകത്തെ കരച്ച്, ഒന്ന് കരമടിച്ച് നീ ആയിരിക്കുന്ന ആവേശത്തെയും പുറത്തു കൊണ്ടുവരും. ദൈവം നിന്റെ പ്രവാസം മാറ്റും. പുറത്തു വരുമ്പോ നിന്റെ നാവിൽ ഒരു പാട്ട് തരും. നിന്റെ നാവിൽ പുതിയ പാട്ട് തരും. നാശകരമായ കുഴി കിടന്നാലും നീ പുറത്തു വരൂ. നിന്റെ നാവിൽ പുതിയ പാട്ട് തരും.
കരമടിച്ച് ആത്മാവിലൊന്ന് ആരാധിച്ചേ